ഹായ്, നമസ്കാരം. ശ്രീ ക്രിയേഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഞാനിന്ന് നിൽക്കുന്നത് തിരുവനന്തപുരത്ത് നിന്നും 29 കിലോമീറ്റർ താണ്ടി ഏകദേശം ഒരു മണിക്കൂർ യാത്രയിൽ നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്ന നല്ലൊരു സൈറ്റാണ് നെയ്യാർ ഡാം. നെയ്യാർ ഡാമിലുള്ള കുറച്ച് കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നെയ്യാർ ഡാമിൻ്റെ മുന്നിലുള്ള കാഴ്ചയും ഡാമിന് മുകളിൽ നിന്നുള്ള കുറേ കാഴ്ചകളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ എല്ലാ ഷട്ടറും തുറന്നിരിക്കുന്ന സമയമാണ്. വെള്ളം കൂടുതലുള്ളത് കൊണ്ട് നല്ല രീതിയിൽ കാണാനും പറ്റുന്നുണ്ട്. കാഴ്ചയൊക്കെ നല്ല രസമുണ്ട്. ഞാനും അവിടെ പോയി നല്ല കാഴ്ചകളാണ്. പറ്റുന്നവരൊക്കെ പോവുക, നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ്. പിന്നെ പാസ്സുണ്ട്. അവിടെ ഡാമിനകത്ത് പോവുകയാണെങ്കിൽ ഞാൻ ഇതിനകത്ത് ഇപ്പോൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പരിസരത്തൊക്കെ ഞാൻ പോയത് പാസ് ഇല്ലാതെയാണ്. എനിക്കറിയില്ലായിരുന്നു പാസ് എടുക്കണമെന്നുള്ളത്. എന്നിട്ടും ഞങ്ങൾ മാക്സിമം കുറേ കവർ ചെയ്തതിനു ശേഷം വെളിയിൽ വന്നു. അതിനകത്ത് കയറാനുള്ള ഒരു ഗേറ്റ് ഉണ്ട്. ആ ഗേറ്റ് വഴി, ഈ വരുന്ന ഗേറ്റ് വഴി ഞങ്ങൾക്ക് അകത്ത് കയറാൻ പറ്റി. അവിടെ പോയിട്ട് കുറേയൊക്കെ റെക്കോർഡ് ചെയ്തിട്ട് തിരിച്ച് ഡാമിൻ്റെ മുകൾ ഭാഗം കാണാൻ പോയപ്പോൾ അവിടെ നിന്ന് പാസ് എടുക്കേണ്ടി വന്നു. വാഹനത്തിന് കാറിന് 20-30 രൂപയുള്ളൂ, സ്കൂട്ടറിന് 10 രൂപയും, ഒരാൾക്ക് 10 രൂപ കണക്കിന്. അങ്ങനെയാണ് അവിടെ ടിക്കറ്റ് നിരക്ക്. ഡാമിൻ്റെ മുകളിൽ പോയി കാഴ്ച, ഇതിനകത്തും 10 രൂപ തന്നെ ആയിരുന്നു കാഴ്ച കാണാനുള്ളത്. പിന്നെ പാർക്കിങ്ങിന് വേണ്ടി നല്ല സൗകര്യങ്ങളുള്ള ഒരു ഡാം തന്നെയാണ്. താഴെ തന്നെ പാർക്ക് ചെയ്യാം. അല്ലാതെ നമുക്ക് ബോട്ട് സഫാരി നടത്തുന്നതാണെങ്കിൽ മുകളിൽ ഈ ഡാമിൻ്റെ മുകൾ ഭാഗത്ത് പോകുന്നിടത്ത് പോയാൽ അവിടെ സഫാരി നമുക്ക് ഇതുപോലെ ബോട്ട് സഫാരി നടത്താം. അതേപോലെ തന്നെ ക്രോക്കഡൈൽ പാർക്കുണ്ട്. നേരത്തെ ലയൺ പാർക്ക് ഉണ്ടായിരുന്നു, അതിപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ്. അതിന് പകരം ഇപ്പുറത്ത് തന്നെ ക്രോക്കഡൈൽ പാർക്കും അവിടെ കുട്ടവഞ്ചിയിലുള്ള യാത്രയുണ്ട്. ഇവിടുന്ന് ബോട്ടിലാണെങ്കിൽ ഒരാൾക്ക് 250 രൂപ നിരക്കാണ് അവിടെ അവർ ചാർജ് ചെയ്യുന്നത്. അതോടൊപ്പം നമുക്ക് ഈ ക്രോക്കഡൈൽ പാർക്കിൽ വരേണ്ടത് വേറൊരു സ്ഥലത്ത് കൂടെ വരികയാണെങ്കിൽ അവിടെ വന്നു കഴിഞ്ഞാൽ കുട്ടവഞ്ചിയും ഇതെല്ലാം, ഈ ക്രോക്കഡൈൽ പാർക്ക്, എലിഫന്റ് പാർക്ക്, അതേപോലെ ഇപ്പുറത്തെ മാൻ പാർക്കൊക്കെ ഫ്രീ ആണ്. അവിടെ പൈസ ഒന്നും കൊടുക്കണ്ട. മാൻ പാർക്കുണ്ട്. അപ്പോൾ അവിടെയെല്ലാം പോവുകയാണെങ്കിൽ നമുക്ക് പൈസ, ഇവിടെ ഈ കുട്ടവഞ്ചി ഇതെല്ലാം 400 രൂപയാണ്. ബോട്ട് വഴി വരികയാണെങ്കിൽ ബോട്ടിലൂടെ തന്നെ 250 രൂപയുള്ള ഒരാൾക്ക്. അങ്ങനെയാണ് അവിടുത്തെ നിരക്കുകൾ. അപ്പോൾ ഏറ്റവും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന സ്ഥലം തന്നെയാണ്. പിന്നെ ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്താത്ത ഒരു കാര്യമുണ്ട്. ഒരു അക്വേറിയമുണ്ട്. അക്വേറിയം ആ സമയത്ത് എന്തോ തിരക്ക് കൂടുതലായതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോയില്ല. അക്വേറിയം കാഴ്ചകൾ, നല്ല വെറൈറ്റി മീനുകളൊക്കെ ഇട്ടിട്ടുള്ള ഒരു സ്ഥലമാണ്. നമുക്ക് ഏതൊരു ദിവസമായിരുന്നാലും നല്ല എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സൈറ്റ് തന്നെയാണ് നെയ്യാർ ഡാം. എല്ലാവരും പോയി കണ്ട് ആ സ്ഥലം നിങ്ങൾ ആസ്വദിക്കാൻ ശ്രമിക്കുക. ഇത് ഇനി കാണുന്നത് ഇപ്പോൾ ഞങ്ങൾ ഡാമിൻ്റെ മുകളിൽ വന്നതിന് ശേഷമുള്ള കാഴ്ചകളാണ്. ഇത് ഒരു ഓവിലൂടെ വെള്ളം പോകുന്നു. ഇവിടുത്തെ ഈ ഓവ് ഫുള്ള് തുറന്നിട്ടില്ല, കുറച്ചേ തുറന്നിട്ടുള്ളൂ. തുറക്കുകയാണെങ്കിൽ നല്ല ദൂരത്തിന്, ഏതാണ്ട് കുറേ നല്ല ദൂരം, ഒരു 10 മീറ്റർ ദൂരത്തിനെങ്കിലും വെള്ളം നല്ല സ്പീഡിൽ പോകാൻ നല്ല കാഴ്ചകളാണ് അതൊക്കെ. ചില സമയങ്ങളോ ഡാമിൽ വെള്ളം കൂടുതലുള്ള സമയങ്ങളിൽ വലിയ ഷട്ടർ തുറക്കുകയുള്ളൂ. കുറച്ച് ഉള്ള സമയം ചെറിയ ഓവ് മാത്രമേ തുറന്നു വിടുകയുള്ളൂ. കാണാൻ നല്ല രസമുള്ള കാഴ്ചയാണ്. നേരിട്ട് പോയി കണ്ട് ആസ്വദിക്കുക.
അടുത്ത് ഞാനും എൻ്റെ കൂട്ടുകാരനും പോയത് അവിടുത്തെ വാച്ച് ടവറാണ്. ഇത് സ്റ്റെപ്പുകൾ കയറി ഏകദേശം ഒരു 30 അടി 40 അടി ഹൈറ്റുള്ള ഒരു വാച്ച് ടവറിൻ്റെ മുകളിലാണ് ഞങ്ങൾ പോകുന്നത്. അതിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചയും അതിമനോഹരമായിരുന്നത്. വാച്ച് ടവറിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചകളാണ് ഇതെല്ലാം. ഡാം മുഴുവനും അതേപോലെ തന്നെ. പിന്നെ ഏറ്റവും വിഷമമുണ്ടാക്കുന്ന ഒരേ ഒരു കാര്യം ഈ വാച്ച് ടവറിൻ്റെ മുകളിൽ കണ്ട കാഴ്ചയാണിത്. മാലിന്യങ്ങൾ, അതേപോലെ പ്ലാസ്റ്റിക് കുപ്പികളെല്ലാം വലിച്ചെറിഞ്ഞ് അതിൻ്റെ മുകളിലിട്ടിരിക്കുന്നത്. നമ്മുടെ മലയാളികൾ അല്ലെങ്കിൽ ഏതൊരു സഞ്ചാരികളും എന്നാ ഇങ്ങനെ പഠിക്കുന്നത്? ഇതെല്ലാം കണ്ട് നമ്മളെല്ലാം ഇത് ഇനി വളർന്നു വരുന്ന കുട്ടികൾക്കൊക്കെ ഇതെല്ലാം കണ്ട് അവർ തന്നെ ഇതും ആവർത്തിക്കുകയാണ് ചെയ്യുന്നത്. അവിടെ ഞാൻ കണ്ട കാഴ്ചകളാണ്. വരുന്ന ആഹാരങ്ങൾ അവിടെ നിന്ന് കടകളിൽ നിന്ന് വാങ്ങിച്ചിട്ട് അതിനെ റോഡിൽ തന്നെ വലിച്ചെറിയുന്നു. ആ ഡാം പരിസരത്തൊക്കെ ഇത് വേസ്റ്റ് ഇടാനുള്ള അതിനുള്ള എല്ലാം വെച്ചിട്ടുണ്ട് അവിടെ. പക്ഷെ അവിടെ ഒന്നും ഇടാതെ റോഡിലേക്ക് തന്നെ വലിച്ചെറിയുകയാണ് എല്ലാവരും ചെയ്യുന്നത്. ഞാൻ കണ്ട കാഴ്ചകളാണ്. കണ്ടിട്ട് വിഷമമായി എന്ന് തന്നെ പറയാം. ഇനിയെങ്കിലും നമ്മൾ ഒരു ടൂറിസ്റ്റ് പ്ലേസിൽ പോകുമ്പോൾ അവിടെ ചെന്ന് ഇതുപോലെ വേസ്റ്റുകൾ വാരി എറിയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ഇന്ന് സൂക്ഷിച്ചാൽ നാളെയും ദുഃഖിക്കേണ്ടി വരില്ല. നമ്മൾ ഉപയോഗിക്കുന്ന ശേഷമുള്ള വേസ്റ്റുകൾ അവിടെ തന്നെ വേസ്റ്റ് ഇടുവാനായിട്ട് വേസ്റ്റ് ബിൻ വെച്ചിട്ടുണ്ട്. അതിൽ നിക്ഷേപിക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം. അതിന് ക്ലീൻ ചെയ്യാൻ വേണ്ടി ആളെ അവിടെ നിർത്തിയിട്ടുണ്ട്. അവർ ചെയ്തുകൊള്ളും. എത്രത്തോളം നമ്മൾ നോക്കുന്നോ നമുക്ക് കൂടുതൽ പ്രകൃതിയായിരുന്നാലും മറ്റുള്ള ജീവജാലങ്ങളായാലും നമ്മളെ കൂടൊപ്പം നിൽക്കും. ഒരിക്കൽ കൂടി യാത്രയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കൺ, അതേപോലെ തന്നെ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക. താങ്ക് യു.